ഒരു മലമുകളിൽ എത്താൻ ഒന്നിലധികം പാതകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിശ്ശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകളായിത്തീരണം. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ട് ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്ന് ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. നിങ്ങൾ ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ, വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. എത്ര നേരം ഉറങ്ങിയാലും അലാറത്തിന് ശേഷമുള്ള ഉറക്കമാണ് ശരിയായ ഉറക്കം. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ, വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിനാൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. പരമമായ സമ്പത്ത് വിജ്ഞാനമാണ്. രണ്ടാമത്തേത് കുട്ടികളാണ്. ഏറ്റവും താഴ്ന്ന സമ്പത്ത് ഭൗതിക സമ്പത്താണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. പ്രതീക്ഷിക്കുന്നത് നിർത്തുക. സ്വീകരിക്കാൻ തുടങ്ങുക. ജീവിതം വളരെ എളുപ്പമാകും. ഒരു ചർച്ചയിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ്. നമ്മൾ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഭാഗ്യം തന്നെയാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. അഭിനയിക്കാൻ കഴിയാത്ത മനുഷ്യർക്ക് നഷ്ടങ്ങൾ കൂടപ്പിറപ്പാണ്. രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. ഒന്ന്, നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ടും, ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോൾ. അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ്, എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തത് കുറേക്കൂടി മോശമായ കാര്യം. മാതാപിതാക്കൾ ഉള്ള കാലമാണ് അവൻ്റെ ഏറ്റവും നല്ല സമയം. അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരോളം വരില്ല ഒരാളും. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ കുറച്ചു മാത്രം അവൾക്ക് നൽകുന്നു. എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ സ്നേഹിക്കുമ്പോൾ അവളുടെ സർവ്വതും നൽകുന്നു. മനുഷ്യജീവിതം ലളിതമാണ്, എന്നാൽ മനുഷ്യർ തന്നെയാണ് അതിനെ സങ്കീർണ്ണമാക്കാൻ ശ്രമിക്കുന്നത്. പുരുഷൻ വികാരനിർഭരമായി പറയുന്ന വാക്കുകൾ ഒരു സ്ത്രീക്ക് മറക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും ആവില്ല എന്നാണ്.
ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നതാണ് നല്ലത്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത്. ഒരു മനുഷ്യനെ അവൻ്റെ ഉത്തരങ്ങളെക്കാൾ അവൻ്റെ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തുക. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. തടസ്സങ്ങൾക്ക് മുന്നിൽ തളരരുത്. ഏറ്റവും ലളിതമായ മതത്തിൻ്റെ രീതി എന്നാൽ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. സങ്കീർണമായ തത്ത്വചിന്തയുടെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ബുദ്ധിയും നമ്മുടെ ഹൃദയവും ആണ് നമ്മുടെ ക്ഷേത്രം. ദയയാണ് തത്വശാസ്ത്രം. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. 100 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്തായിരുന്നു എന്നത് നിങ്ങൾ താമസിച്ചിരുന്ന വീടോ നിങ്ങളോട് ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാനാവില്ല. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാവും. തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. എല്ലായ്പ്പോഴും എല്ലാ തെറ്റുകളും നിങ്ങളുടേത് മാത്രമാണെന്ന് തോന്നിപ്പിക്കുകയും തങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന അതേ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് അവ പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വെക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദ രോഗസാധ്യതയെ കുറയ്ക്കുന്നു. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തും നിന്ന് കാര്യങ്ങൾ എങ്ങനെ മാറി, നിങ്ങൾ എവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായി എപ്പോഴും വഴക്കിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്.
പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.